നിങ്ങൾ പൈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് മുകളിലുള്ള ഈ 3 ഡോട്ട് ബാറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇത് രണ്ടാമത്തെ ഓപ്ഷൻ പൈ ബ്രൗസർ ക്ലിക്ക് ചെയ്തതിന് സൈൻ ഇൻ ടു പൈ ബ്രൗസർ ഇതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇത് ലോഡായി വരുന്നുണ്ട്. ഇത് നേരെ പ്ലേ സ്റ്റോറിലായിരിക്കും ചെല്ലുന്നത്. ഈ പൈ ബ്രൗസർ ഇൻസ്റ്റാൾ ചെയ്യുക ഫോണിൽ. ഇത് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഈ വാലറ്റ് പൈ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ ജനറേറ്റ് വാലറ്റ്. അതിനുശേഷം ഇങ്ങനെ ഒരു കോഡ് വരും. ഇത് കോപ്പി ചെയ്തിട്ട് എവിടെയെങ്കിലും പേസ്റ്റ് ചെയ്ത് വെക്കണം. ഇതാണ് നിങ്ങളുടെ പാസ്വേഡ്. ഇത് ഓപ്പൺ ചെയ്തതിനു ശേഷം ഇത് കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ കൺഫേം എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിൽ റിസീവ് സെൻഡ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. റിസീവ് ക്ലിക്ക് ചെയ്താൽ നിങ്ങളെ അക്കൗണ്ട് നമ്പറായിട്ട് കിട്ടും. സെൻഡിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത്. സെൻഡിൽ ഇവിടെ അഡ്രസ്സ് മറ്റാരുടെ അക്കൗണ്ട് നമ്പർ തന്നാൽ അത് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം എമൗണ്ട് എന്തെങ്കിലും ഒരു 5 അല്ലെങ്കിൽ 10 ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 10 പൈൻ്റെ ഫീ ആണ് താഴത്തുള്ളത്. അവിടെ ഒന്നും ചെയ്യേണ്ട. അതിനുശേഷം സെൻഡ് എന്ന് ക്ലിക്ക് ചെയ്യുക. സെൻഡ് കൺഫേം ചെയ്യുക. അതിനുശേഷം ട്രാൻസ്ഫർ സക്സീഡ് എന്ന് കാണിക്കും. അപ്പോൾ ഇത് ക്ലോസ് ചെയ്ത് ഒഴിവാക്കുക. ഹിസ്റ്ററി കാണുന്നതിന് ഇതാ റെഡ് നമ്മളിന്ന് അയച്ചതാണ്, ഗ്രീനായിട്ട് കാണുന്നത് റിസീവ് ചെയ്തതാണ്. ഇതിൽ സെറ്റിങ്സിൽ നോക്കിയാൽ നമ്മളെ പാസ് ഫ്രൈസ് കാണാൻ പറ്റും. ഇതിൽ ഷോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ മതി, നമ്മൾ പാസ് ഫ്രൈസ് കാണാൻ പറ്റും. ഓക്കെ.